ഉറക്കപ്പറ ഒന്നൂടെ. എനിക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വേണമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഞാൻ ക്യാരക്ടർ ചെയ്യാതെ നായകനാണെങ്കിലും വില്ലനാണെങ്കിലും എനിക്ക് ചെയ്യാനൊരു സാധനം വേണമായിരുന്നു. ഇത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. നല്ല സ്പേസ് അതെ, ഹനീഫത്തേനി അദ്ദേഹം എനിക്ക് അതുപോലെ ഒരു എന്ത് പറയടാ നീ വില്ലനാണ്, പക്ഷെ വേറൊരു വില്ലനല്ല, ഇതുപോലത്തെ ഒരു സൈക്കോ സാധനമായിരിക്കും. ഒരു എനിക്ക് നീ ആയിരിക്കും സ്റ്റോറി കൊണ്ടുപോകുന്നത്. അതിനകത്ത് ആരെങ്കിലും നോ പറയാൻ തോന്നിയിട്ടില്ല. എനിക്കത് ഞാൻ അതിനുവേണ്ടി കുറെ പഠിച്ചു സൈക്കോ ആവാനായിട്ട്. ഇപ്പൊ ബോയ്സില് ജോക്കർ, പിന്നെ ഹോംലാൻഡർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെ കുറെ അവിടെ ഇവിടെ നിന്നൊക്കെ ബിറ്റ്സ് പീസസ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ റസലിനെ ഞാനായിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുത്തത്. ഹനീഫത്തേനി അദ്ദേഹത്തിന് മനസ്സിലുള്ള ക്യാരക്ടറിനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ എടുക്കട്ടെ. എങ്ങനെയുണ്ട് റസൽ ക്യാരക്ടർ? എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടില്ല ഉറക്കപ്പറ ഒന്നൂടെ. പിന്നെ എന്തോ താങ്ക് യു സോ മച്ച്. പിന്നെ പറ ബാക്കി എല്ലാരും പറ കേക്കട്ടെ. നല്ല എനിക്ക് എന്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു സിലിണ്ടർ എടുക്കട്ടെ. കുറച്ചും കൂടെ വേണമായിരുന്നു തോന്നിയല്ലേ? ഇങ്ങനെ പോരെ, കുറച്ചുകൂടെ. എങ്ങനെ കേട്ടില്ല ഉറക്കെ പറ. കേറി അടിപൊളി. നായകനെ കുറിച്ച് ആരൊന്നും പറഞ്ഞില്ലല്ലോ. നായിക എങ്ങനെയുണ്ട്? ദുർവ എങ്ങനെ ഉണ്ടെന്ന്, അവളുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നത്? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? നായകനെ കണ്ടില്ല. എല്ലാവർക്കും വില്ലനാണ്. ശരി ഓക്കെ. ചേട്ടാ, ഇതിനകത്ത് 245 ലിറ്റർ ചോരയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറ്റേ കണക്കുണ്ടായിരുന്നു. അല്ല സിനിമ ബ്ലഡ്. അപ്പൊ 2-ല് അപ്പൊ അതിലും കൂടുമോ? അല്ല, ഒരു അസംഷൻ. അതേപോലെ ഇത്രയും വയലന്റ് ആയ ബ്രൂട്ടലായിട്ട് ഫിലിം ചെയ്യുന്ന ഡയറക്ടർ ഇൻട്രോവേർട്ടാന്നൊരു ചർച്ച വരുന്നുണ്ട്. ഞാനും കട്ട ഇൻട്രോവേർട്ടാണ്. അതന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? അത് ഇത്രയും ബ്രൂട്ടലായ ഡയറക്ടർ എന്തോന്നു പടത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. റിയൽ ഇൻട്രോവേർട്ട് എന്നാണ് അദ്ദേഹത്തെ ടാഗ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. വില്ലൻ ഇത്ര സിമ്പിൾ ആയിരുന്നു വിചാരിച്ചിരുന്നില്ല. ബ്രോ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ബ്രോ, ഇത്ര അഭിനയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ പറ്റിയ ഒരാളാണെന്ന് എല്ലാവരും പറയുന്ന സമയത്ത് എത്രത്തോളം ഹാപ്പിയാണ്? ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് ഞാൻ കാരണം അവർക്ക് ചീത്ത എനിക്ക് അച്ഛനപ്പനും മാത്രമല്ല ഈ എന്നെ ഇത്ര റിസ്കോട് കൂടി ഈ പടത്തിലെടുത്ത് ഹനീഫ് സാറിനും ഉണ്ണിച്ചേട്ടനും ഷെറീഫിക്കും അവർ അത്ര റിസ്കോട് കൂടിയാണ് എന്നെ എടുത്തത്. കാരണം ഞാൻ അഭിനയിക്കുന്നൊന്നും അവർക്ക് അറിയില്ല, എനിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ആ റിസ്ക് അവരെടുത്തു, എനിക്കകത്ത് അഭിനയിക്കാൻ ഒരു ചാൻസ് വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചീത്തപ്പേര് കേൾപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. നല്ലത് കേൾപ്പിച്ചില്ലെങ്കിൽ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ആഗ്രഹം, ചീത്തപ്പേര് കേൾപ്പിച്ചില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന അത്രേ ഉള്ളൂ. ബ്രോനെ ഇപ്പൊ ഞാൻ അവിടുന്ന് ഒരു കമന്റ് കൂടി കേട്ടിട്ടാണ് ഇപ്പൊ വരുന്നത്. ഇതൊക്കെ കേൾക്കാറുണ്ടോ? കാണാറുണ്ട്. സണ്ണിച്ചേട്ടൻ കമന്റ് ഞാൻ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ മീശയായിരിക്കും സാർ. സണ്ണിച്ചേട്ടൻ്റെ മീശയായിരിക്കും ചിലപ്പോൾ എന്നെ പോയിരിക്കും സാദൃശ്യം വന്നത്. സൗണ്ട് DQന്റെ ഒരു സൗണ്ട് കണക്കാണ് ചെറിയൊരു രീതിയിൽ. അറിയാൻ ഹലോ, നമ്മളൊരു വില്ലനെ കണ്ട് ഇനി ഒരു നായകനെ കാണാൻ പറ്റുമെന്നായിരുന്നു നമുക്ക്. അത് പ്രതീക്ഷിക്കും. എനിക്ക് 1-2 കോൾസ് വരുന്നുണ്ട്. സംസാരത്തിലാണ്. ചേട്ടാ, ഫസ്റ്റ് മൂവി, അതായത് ഒരാളുടെ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ വളരെ എന്താ വെച്ചാൽ യുണീക്കായിട്ട് നമ്മൾ നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത് ക്യാരക്ടർ. ഈ വില്ലൻ കഥാപാത്രം തന്നെ ചൂസ് ചെയ്തതിന്റെ കാര്യം എന്തായാലും
വില്ലൻ കഥാപാത്രം ചൂസ് ചെയ്തതല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു എൻട്രി വേണമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു അതുപോലത്തെ ഒരു ടീം, ഹനീഫ് അദേനി, ഉണ്ണി മുകുന്ദൻ ടീം വന്നപ്പോൾ എനിക്ക് അതിനകത്തൊരു നോ പറയാനുള്ളൊരു അങ്ങനെ ഒരു 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 സംഭവം തോന്നിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാരക്ടറും സ്റ്റോറിയും കൂടെ കേട്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റേ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ ഹീറോ ആയിട്ടായിരിക്കും എൻട്രി കൊടുക്കാറ് ഒട്ടുമിക്കവർ. അപ്പം അത് നോക്കാതെ വില്ലൻ തന്നെ അതാ പറഞ്ഞത്. എനിക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വേണമായിരുന്നു എന്ന് മാത്രമേ. എനിക്ക് ഞാനൊരു ക്യാരക്ടർ ചെയ്യാതെ നായകനാണെങ്കിലും വില്ലനാണെങ്കിലും എനിക്ക് ചെയ്യാനൊരു സാധനം വേണമായിരുന്നു. ഇത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. നല്ല സ്പേസ് ഉണ്ട്. അതെ, ഹനീഫ് അദേനി അദ്ദേഹം എനിക്ക് അതുപോലെ എൻ്റെ പറയടാ നീ വില്ലനാണ്, പക്ഷെ വേറൊരു വില്ലനല്ല, ഇതുപോലത്തെ ഒരു സൈക്കോ സാധനമായിരിക്കും. ഒരു എനിക്ക് നീ ആയിരിക്കും സ്റ്റോറി കൊണ്ടുപോകുന്നത്. ഓഫ്കോഴ്സ് അതിനകത്ത് ആരെങ്കിലും നോ പറയാൻ തോന്നിയിട്ടില്ല. പിന്നെ എനിക്കത് ഞാൻ അതിനുവേണ്ടി കുറെ പഠിച്ചു. സൈക്കോ ആവാനായിട്ട് ഇപ്പൊ ബോയ്സില് ജോക്കർ, പിന്നെ ഹോംലാൻഡർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെ കുറെ അവിടെ ഇവിടുന്നൊക്കെ ബിറ്റ്സ് പീസ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ റസലിനെ ഞാനായിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുത്തു. ഹനീഫ് അദേനി അദ്ദേഹത്തിന് മനസ്സിലുള്ള ക്യാരക്ടറിനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. ടോണി ആയി ഒരു മിനിറ്റ്, അതായത് മാർക്കോക്ക് മുന്നേ ഉന്നമുണ്ടേനെ ഒരു ശരി ഓക്കെ കാണാം. ബ്ലോക്ക് ആവും. ഓക്കെ